ഒരു സർക്കാർ ജോലി തേടുകയാണോ? സെന്റർ ഫോർ ഒനെ ഹെൽത്ത് കേരള വേൾഡ് ബാങ്കിന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന ഒനെ ഹെൽത്ത് പ്രോഗ്രാം അടിപ്പടിയിലുള്ള സ്റ്റേറ്റ് പ്രോഗ്രാം ലൈറ്റ് കമ്മ്യൂണിറ്റി ബേസ്ഡ് സർവൈലൻസ് പ്രോഗ്രാം കോർഡിനേറ്റർ പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഈ വീഡിയോയിൽ പോസ്റ്റുകളുടെ വിശദാംശങ്ങൾ, യോഗ്യത, ശമ്പളം, അപേക്ഷാ പ്രക്രിയ എന്നിവ വിശദീകരിക്കാം. ഒനെ ഹെൽത്ത് പ്രോഗ്രാം എന്താണ്? ഒനെ ഹെൽത്ത് പ്രോഗ്രാം കേരളത്തിലെ ഒരു പ്രധാന പബ്ലിക് ഹെൽത്ത് പദ്ധതിയാണ്. ഇത് രോഗനിരീക്ഷണം, മഹാമാരികൾ തടയൽ, സമൂഹ ആരോഗ്യ പരിചരണം എന്നിവയെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും പമ്പാ ബേസിൻ ജില്ലകളിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒഴിവുകളും യോഗ്യതയും. CMD കേരളയിൽ ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ 2 പ്രധാന ജോലികളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഇവയുടെ യോഗ്യതയും ശമ്പളവും നോക്കാം. സ്റ്റേറ്റ് പ്രോഗ്രാം ലീഡ്. യോഗ്യത: MBBS+MD കമ്മ്യൂണിറ്റി മെഡിസിൻ അല്ലെങ്കിൽ MPH, അല്ലെങ്കിൽ BAMS, BHMS, BUMS, BSMS, BMYS+MPH. കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസിയും മലയാള പരിജ്ഞാനവും ആവശ്യമുണ്ട്. അനുഭവം കുറഞ്ഞത് 2 വർഷം പബ്ലിക് ഹെൽത്ത് രംഗത്ത്. ശമ്പളം 1,25,000 രൂപ മാസം. കമ്മ്യൂണിറ്റി ബേസ്ഡ് സർവൈലൻസ് പ്രോഗ്രാം കോർഡിനേറ്റർ. യോഗ്യത: ഹെൽത്ത് അല്ലെങ്കിൽ എപ്പിഡെമിയോളജി അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റഡീസിലുള്ള ബിരുദം, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ എപ്പിഡെമിയോളജി അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റഡീസിലുള്ള PG ഡിഗ്രി, ആരോഗ്യ മേഖലയിലെ ഡിഗ്രിക്ക് ശേഷം. കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസിയും മലയാള പരിജ്ഞാനവും ആവശ്യമുണ്ട്. അനുഭവം 2 വർഷത്തെ പബ്ലിക് ഹെൽത്ത് അനുഭവം. ശമ്പളം 60,000 രൂപ മാസം. ജോലിയിലെ ഉത്തരവാദിത്വങ്ങൾ. ഇവരെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചെയ്യേണ്ട പ്രധാന ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ് പ്രോഗ്രാം ലീഡ്. 1 ഹെൽത്ത് സെന്റർ കൈകാര്യം ചെയ്യുന്നു. ആരോഗ്യ ഏജൻസികളുമായും പങ്കാളികളുമായും ഏകോപിപ്പിക്കുന്നു. ധനകാര്യം, IC നയങ്ങൾ വികസിപ്പിക്കുന്നു. ജീവനക്കാരെ നിയമിക്കുന്നു, പരിശീലിപ്പിക്കുന്നു. ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തുകയും പൊതുജനാരോഗ്യ തന്ത്രങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. CIS പ്രോഗ്രാം കോർഡിനേറ്റർ. സമൂഹത്തോട് ചേർന്ന് കമ്മ്യൂണിറ്റി ബേസ്ഡ് സർവൈലൻസ് നടപ്പിലാക്കും. വ്യത്യസ്ത ഹെൽത്ത് പ്രവർത്തകരുമായും നാട്ടുകാരുമായും ബന്ധം സ്ഥാപിക്കും. രോഗങ്ങളുടെ കാലിക വിവരങ്ങൾ ശേഖരിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. വ്യത്യസ്ത ആരോഗ്യ ഏജന്റ്. കാത്തിരിക്കൂ. കേരളത്തിലെ ദമേദ ക്ലിനിക്കുകളിൽ ലാബ് ടെക്നീഷ്യൻ, നഴ്സ്, ഡോക്ടർ, ദന്തരോഗ വിദഗ്ധൻ, ഡെന്റൽ അസിസ്റ്റന്റ്, ഡ്രൈവർ, പ്യൂൺ, സഫായി വാല എന്നീ തസ്തികകളിലേക്ക് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു സജീവ അറിയിപ്പ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഈ ജോലികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിശദമായ വീഡിയോയ്ക്കായി മുകളിലുള്ള ബട്ടണിൽ ക്ലിക്കു ചെയ്യുക. അപേക്ഷിക്കുന്ന വിധം. അപേക്ഷിക്കേണ്ട വിധം വളരെ ലളിതമാണ്. ഈ ഘട്ടങ്ങൾ പാലിക്കുക. ഓൺലൈൻ അപേക്ഷ ലിങ്ക്. വിവരണത്തിലെ ലിങ്കിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പും കണ്ടെത്തുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 28 ഫെബ്രുവരി 2025, 5 മണി PM. അപേക്ഷിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടത്: നവീകരിച്ച CV, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അപേക്ഷകന്റെ സിഗ്നേച്ചർ, യോഗ്യത, അനുഭവ സർട്ടിഫിക്കറ്റുകൾ. ഓൺലൈൻ മുഖാന്തിരമല്ലാതെ മറ്റെങ്ങും അപേക്ഷിക്കാനാവില്ല. തിരഞ്ഞെടുപ്പ് പ്രക്രിയ. തിരഞ്ഞെടുപ്പ് 1ലധികം ഘട്ടങ്ങളിലായി നടക്കും. അപേക്ഷ സ്ക്രീനിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, എഴുത്തുപരീക്ഷ ആവശ്യമായാൽ, ഇന്റർവ്യൂ. ശ്രദ്ധിക്കുക, കേവലം ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്കേ ഇന്റർവ്യൂ കോളുകൾ കിട്ടൂ. പ്രധാന നിർദ്ദേശങ്ങൾ. കേരളത്തിൽ എവിടെയും ജോലി ചെയ്യേണ്ടി വരാം. അപേക്ഷാ തീയതികൾ ശ്രദ്ധിക്കുക. തെറ്റായ വിവരങ്ങൾ നൽകരുത്, അപേക്ഷ റദ്ദാക്കപ്പെടാം. മുൻഗണന ലഭിക്കാൻ നിങ്ങളുടെ ഇമെയിൽ, ഫോണിൽ അപ്ഡേറ്റുകൾ പരിശോധിക്കണം. സമാപനം. ഇത് ഒരു വലിയ അവസരമാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി 28, 2025. ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിവരങ്ങൾക്കായി കമന്റിലേക്ക് ചോദിക്കൂ, ഞാൻ മറുപടി നൽകാം.